അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഒരു വലിയൊരു കൈതച്ചക്ക വാങ്ങിച്ചിട്ടോ. വലിയൊരു കൈതച്ചക്ക വാങ്ങിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയെന്ന് വെച്ചാൽ എന്താണോ, ലൈറ്റ് അവിടെ ട്യൂബിൻ്റെ വെട്ടം കൊണ്ടതുകൊണ്ടേ കാണുന്നോ നിങ്ങൾ എന്നെ? സാരമില്ല, കാണുന്നുണ്ടല്ലോ, കാണുന്നു. ഒരു മങ്ങലുണ്ടല്ലേ, കാണുന്നുണ്ടല്ലോ. ട്യൂബ് ഇട്ടില്ല നമുക്ക് വെട്ടം കിട്ടത്തില്ല കേട്ടോ. അപ്പോഴും ഞങ്ങളൊരു വലിയ കൈതച്ചക്ക എൻ്റെ കൊതി കൊണ്ട് വാങ്ങിച്ചു തന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളിലെ ബീച്ചിൽ പോയില്ലേ, ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ കൈതച്ചക്ക വാങ്ങിച്ച് കഴിച്ചില്ല. ഇങ്ങനെ അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായ കൊതി, വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണമെന്നേ, വീട്ടിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്ന്. അന്നേരം നമുക്കേ ഇന്ന് വീട്ടിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കൈതച്ചക്ക ഉപ്പിനകത്തിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ മധുരമാണെന്ന്. നല്ല മധുരമുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് വാങ്ങിച്ചിട്ട് തന്നെ, ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് കൊതിയാവുന്നത്. പക്ഷേ ഇത് കഴിക്കാത്ത ഒരു സമയമുണ്ട്, നമ്മൾ കഴിച്ചുകൂടാത്ത ഒരു സമയമുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കിത് കഴിച്ചുകൂടാ അല്ലേ? പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിച്ചുകൂടാ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കഴിച്ചു, എനിക്ക് നിൽക്കാൻ വയ്യാത്ത കൊതി. ഞാൻ നമ്മുടെ അത്താനെയും കൊണ്ട് ഞാൻ ഡോക്ടറോട് പറയിപ്പിച്ചു. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞേ എനിക്ക് കഴിക്കണം ഡോക്ടറെ, ഇച്ചിരി കഴിക്കണം. അത്രയ്ക്ക് കൊതി കേട്ടോ. ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതെല്ലാം കഴിക്കാൻ തോന്നും. സത്യമായിട്ട് പിള്ളേരെ, ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് അന്നേരം കഴിക്കണം. ആദ്യ സമയത്തൊന്നും ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഒരു 5-ാം മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൊതി വന്നു, നിൽക്കാൻ വയ്യാത്ത കൊതി വന്നേ. ഇത് കഴിക്കണമെന്ന് ഭയങ്കര ഒരിത് വന്നു. അപ്പോഴും പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചില്ല, എനിക്ക് അത്രയ്ക്ക് കൊതി വരുന്നേ, ഗർഭിണികൾ എന്തെങ്കിലും ആഗ്രഹമൊക്കെ പറയുമ്പോഴേ അത് സാധിച്ചു തരണമെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും പുള്ളിയെ അങ്ങോട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞേ, അന്നേരം പറഞ്ഞ് ഇച്ചിരി പീസ് കഴിച്ചോളാം, കുഴപ്പമില്ല, 5-ാം മാസമൊക്കെ ആയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇതും കൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്, നമുക്ക് പീരീഡ്സ് ആവാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കഴിച്ചാലും നമുക്ക് പീരീഡ്സ് ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയും ഇതിനെ കൊണ്ടൊരു ഉപയോഗമുണ്ട് കേട്ടോ. ചിലരൊക്കെ അങ്ങനെ കഴിക്കും, പീരീഡ്സ് ആവാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് വാങ്ങിച്ച് കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഈന്തപ്പഴം ഇതൊക്കെ നമുക്കിങ്ങനെ പീരീഡ്സ് ആവാതിരിക്കുന്ന സമയത്ത് കഴിച്ചാൽ നല്ലതാണെന്നല്ലേ പറയുന്നേ, അല്ലേ? എല്ലാം ചെറുത് കളഞ്ഞ പിന്നെ കാണത്തില്ല. കഴുകി നമ്മുടെ ആ വെള്ളം പൂപ്പിലാവും. ഇന്നിട്ട് നാളെ എടുക്കണം, നമുക്ക് കഴുകണ്ട കേട്ടോ, കഴുകാതെ ഇടാം. അപ്പോഴത്തേ വലിയ എണ്ണമായിരുന്നു, ഇത്രയും വലിയ എണ്ണ കേട്ടോ. എൻ്റെ കൊതി കൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുകയാണ്. വെള്ളം ഉപ്പും നമ്മുടെ മുളകും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുകയാണ്. നമുക്ക് ചെറുതായിട്ട് രണ്ടായിട്ടാക്കാം അല്ലേ? എനിക്കിതിൻ്റെ കൂഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കൂഞ്ഞ് ഭയങ്കര ഇഷ്ടം. അവരാണെങ്കിലേ ഫുള്ളായിട്ടൊക്കെ കണ്ടിച്ചിരുന്ന കേട്ടോ, നമ്മൾ ഫുള്ളായിട്ട് നോക്കട്ടെ. മോനെ ഇതിൻ്റെ കൂഞ്ഞ് കളയണോ? കൂഞ്ഞ് കളയണ്ടായിരിക്കും അല്ലേ? ദേ ഇങ്ങനെ കാട്ട് ദേ അവിടെ ഇരിക്കും. ഞാനും കൂഞ്ഞ് കളയുന്നില്ല, കൂഞ്ഞ് കളയാൻ കൊള്ളത്തില്ലല്ലോ. ഇത് ഇങ്ങനെ. പക്ഷെ ഇതിപ്പോൾ എൻ്റെ ഭരണിക്കകത്ത് ഇറങ്ങി പോകുന്ന എനിക്കറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചു പഴുത്തയല്ലെന്ന്. നല്ല പഴുത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കഴിക്കാൻ. എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണോ? നമുക്കും ഇവിടെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അമ്മ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ചാച്ചിന്ന് വയ്യ. ഇനി വന്നപ്പോഴത്തേനെ തളർന്ന് കേട്ടോ. ഞാനല്ല പോയ മോളെ കൊണ്ടുപോയി. നമുക്ക് വീട്ടിലുണ്ടാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടമാകുമ്പം ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. വലുതാക്കിയിട്ട് എൻ്റെ ഭരണി ഇതാ കേട്ടോ. ഇതേലെ ഭരണിക്കകത്ത് ഞാൻ ഇടുന്നേ. ഇതും എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴേ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഇതേപോലെ ഭരണിക്കകത്തൊക്കെ ഇട്ട് വെച്ചേക്കുമല്ലേ, നമ്മളെ ആകർഷിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിക്കണം, അവരുടെ അടുത്തുനിന്ന് കഴിക്കണം. അതിനു വേണ്ടി അവർ ഉടായിപ്പ് അല്ലേ, പിള്ളേരൊക്കെ ചെല്ലുമ്പോൾ അവരെയൊക്കെ ഓടിക്കണ്ടേ, ഓടിച്ച് വാങ്ങിപ്പിക്കണ്ടേ. ഉപ്പ് പച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി മതി. അപ്പോഴേ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ലൈറ്റ് കൂടുതലായിരിക്കും നമ്മുടെ ട്യൂബിൻ്റെ. ഈ ഭരണിക്കകത്ത് കേട്ടോ ഇടുന്നേ. ഈ ഭരണിക്കകത്ത് ആണ് ഇടുന്നത്. ഞാൻ നോക്കട്ടെ ക്യാമറ ഇവിടെ കൊണ്ടുവച്ചാൽ കാണാമോ. ഇവിടെ വെച്ചാൽ മതിയായിരുന്നേ, എൻ്റെ തല കാണാത്തീരും ഇല്ലെന്നേ ഉള്ളൂ. ഇവിടെ വെച്ച് മതിയായിരുന്നേ, വെട്ടം നമുക്ക് നന്നായിട്ട് കിട്ടുമായിരുന്നേ. ദേ നമ്മൾ പറക്കിയിടുവാണേ ഇതിനകത്ത്. ട്യൂബിൻ്റെ വെട്ടം ഭയങ്കരമായിട്ട് അടിക്കുന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ ഇട്ടിട്ട് ദിവസം ആരും ഒന്നും പറയണ്ട കേട്ടോ. ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുകയാണേ. പക്ഷെ നമ്മുടെ മറ്റേ വലിയ കുപ്പി, ഈ വെള്ള മാതിരിയുള്ള കുപ്പിയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇത് കിടക്കുന്നതാണ് ഭംഗിയായിരുന്നു. സാരമില്ല, നമുക്ക് വലിയ ചില്ല് കുപ്പി ഇല്ലല്ലോ, വലിയ ഭരണി ഇല്ലല്ലോ കേട്ടോ. അതുകൊണ്ട് സുപ്പ് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതേമാതിരിയുള്ള വലിയ കുപ്പിയാണേ. ആഗ്രഹത്തിന് ചെയ്യുന്നത്, പക്ഷെ സൂപ്പറാണ് കഴിക്കാൻ കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കേട്ടോ ഇത് ഞാൻ കഴിക്കാം കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടായിരുന്നേ, പക്ഷേ ഒക്കത്തില്ല. അതേ നമ്മൾ മുളക് വെള്ളം, വിനാഗിരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, വിനാഗിരി ഒന്നും ഞാനിവിടെ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഒന്നാമതേ ആകെ കുഴപ്പങ്ങളാണേ. പിള്ളേർ വഴക്ക് പറയും വിനാഗിരിയൊക്കെ. ഇത് ഇങ്ങനെ ആറിയതാട്ടോ. ആറിയ നല്ല ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ തിളച്ചാറിച്ച വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ മുളകിൻ്റെ എരിയൊക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വെള്ളത്തിന് ഭയങ്കര എരിവല്ലേ, മണം, എരിയുന്ന മണം ഉണ്ടല്ലോ. സെറ്റ് കറക്റ്റായിരുന്നു വെള്ളം എടുത്തത്. ഇതിപ്പോൾ രാത്രിയോടെ തീരും കേട്ടോ. അങ്ങനെ വെച്ചേക്കത്തൊന്നുമില്ല നമ്മൾ. ഇന്നിപ്പം നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ ഇട്ട് വൈകിട്ടും നാളെ രാവിലെ ആയിട്ട് നമ്മളിതങ്ങ് തീർക്കും കേട്ടോ. അതേ അടച്ചു വെച്ചു ഓരോന്നോരോന്നങ്ങ് നുള്ളി പറഞ്ഞ് തിന്നാവുന്നേ. ഇതേ ഇതും ഇങ്ങനെ അടച്ചു വെച്ചു. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങ് കഴിക്കാവുന്നേ. അവിടെ ഇരിക്കട്ടെ. ഇതേപോലുള്ള ചില്ല് പാത്രമാണ് നല്ലതല്ലേ. ഇതുപോലുള്ള ഭരണിക്കകത്ത് നമ്മളിടല്ലേ. തലയില്ല, വാലുമില്ല, ഒന്നുമില്ല. ഇതേപോലുള്ള നമ്മുടെ ഭരണിക്കകത്ത് ഒഴിച്ച് വെക്കണം. അതാണ് സൂപ്പർ. കാണാനും സൂപ്പറാണ് അല്ലേ. അത് നമ്മുടെ അങ്ങോട്ട് ആകർഷിക്കുന്നതാണ്. ചില്ല് പാത്രത്തിനകത്തൊക്കെ ഇട്ട് വെച്ചാൽ പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കി നമ്മളാണേലും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ അങ്ങനെ എപ്പോഴും പുറത്തൊന്നും പോകുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഏത് ഐറ്റം ആണെങ്കിലും ഏത് സാധനമാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അല്ലേ. ഇത് സുപ്പുവിൻ്റെ ഒരു കുഞ്ഞാഗ്രഹം.
കുഞ്ഞൊരാഗ്രഹം കഴിക്കണമെന്ന് തോന്നി നമ്മൾ കഴിക്കും. അപ്പോഴിന്നത്തെ നമ്മുടെ പൈനാപ്പിൾ ഇടിയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ എടുത്ത് പറയുകയും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഇത് പറക്കുകയും കഴിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ.